ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പം മുഹമ്മദ് കോയ സാഹിബ് പോയതിന് ശേഷം നമ്മളെ പള്ളിമാൽ ഗ്രൂപ്പ് പറ്റേ ഡൗണായി. ഒന്നും ആരും സംസാരിക്കുന്നില്ല, തമ്മിൽ കാണുന്നില്ല. പിന്നെ നമ്മളെ മെയിൻ ആൾക്കാരൊക്കെ ഓരോരോ കാര്യത്തിൽ വിജയം തോന്നുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ വിങ്ങിലും പിന്നെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ചുറ്റും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലത്ത്, നമ്മൾ കേൾക്കുന്ന സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ല നമ്മൾ കാണാതെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. നമ്മളെ ചുറ്റും ഉള്ള ഈ വസ്തുക്കളുടെ അല്ലെങ്കിൽ ഈ എല്ലാ സാധനങ്ങളും നമ്മുടെ ചുറ്റുമുള്ള അതൊക്കെ നമ്മൾ 90% നമ്മൾ കാണാത്ത പലതും നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ടുള്ളത് നമുക്ക് വളരെ കുറവ്. അത് കേൾക്കുന്നത് ഒരുപാട് ശബ്ദങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ ആ ശബ്ദങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ പ്രത്യേക ഫ്രീക്വൻസിയുള്ള സൗണ്ട് മാത്രമാണ് നമ്മൾ ചുവട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു അനുഗ്രഹിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ശബ്ദങ്ങളെല്ലാം കേട്ടാൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് കാണാത്ത കാര്യങ്ങളാണ് അധികമുള്ളത്. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ചുറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ശരീരം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പ്രകാശം വരുന്നുണ്ട്. നമ്മളെ ശരീരത്തിന് പ്രകാശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. അതിങ്ങനെ എപ്പോഴും വമിച്ചുകൊണ്ടിരിക്കുക. അത് കാരണം ഇൻഫ്രാറെഡാണ്. ഇൻഫ്രാറെഡ് കാണാനുള്ള കഴിവ് നമ്മൾ കണ്ണുകൾക്കില്ല. അപ്പോൾ ചില ജീവികൾക്ക് കാണാൻ പറ്റും. അതിന് പ്രത്യേക ഉപകരണങ്ങൾ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഇൻഫ്രാറെഡ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ന്യൂട്രിനോസ് ഇപ്പോൾ പ്രപഞ്ചം മുഴുവൻ ന്യൂട്രിനോസ് പരന്നിരിക്കുക. അത് ഇവിടെ നമ്മളെ ചുറ്റുണ്ട്. അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ കൂടിയാണ് പോയിട്ട് അപ്പുറത്ത് കൂടി വരുന്നുണ്ട്. നമ്മളെ ശരീരമുള്ള ഒന്നായിട്ടുണ്ട് വന്ന് പറന്നിങ്ങനെ പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് കണ്ട് പുറത്ത് കൂടി ഇങ്ങോട്ട് ഉള്ളിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കൂടി കണ്ടമാനം ന്യൂട്രിനോസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള ആറ്റം എന്ന് പറഞ്ഞാൽ ഈ ആറ്റം ഇപ്പോഴുള്ളതല്ല, അത് ഈ പ്രപഞ്ചം ഉൽപ്പത്തി ഉള്ള അതേ ആറ്റാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ളത്. അതുപോലെ തന്നെ എല്ലാ നക്ഷത്രങ്ങളിലും എല്ലാ ഗ്രഹങ്ങളിലും എല്ലാം ഉള്ളത് നമ്മളെ ശരീരത്തിലുള്ള അതേമായിട്ട് ആറ്റം തന്നെയാണ്, വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ അതിന് പുറമെ ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാത്ത കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ നമുക്ക് ഗുണമുള്ള പല കാര്യങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്കത് നല്ലതാണ്. അതായത് ഒരു പോസിറ്റീവായിട്ട് വൈബ് നമുക്ക് ഉണ്ടാവും. അതൊരു നെഗറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ നമുക്കത് ഒരു തകരാറ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരുപാട് നെഗറ്റീവ് എനർജി എന്നാൽ ഒരു പൈശാചികമായിട്ടുള്ള എനർജിയാണ്. നമുക്ക് വേണ്ടാത്തതും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒരു എനർജിയാണ് നെഗറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജി എന്നാൽ നമുക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള എനർജിക്കാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ പോസിറ്റീവ് എനർജി ഉണ്ടാകുമ്പോഴല്ലേ നമ്മുടെ ജീവിതം നന്നാവുക, അല്ലേ? അപ്പോൾ അതെങ്ങനെ, അതിനുള്ള ട്രിക്കുകളുണ്ട് നമ്മുടെ ലൈഫിൽ. ഇതെങ്ങനെ ഈ പോസിറ്റീവ് എനർജി എങ്ങനെ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാം നമ്മുടെ ചുറ്റും. അപ്പോൾ അതിനുള്ള ചില ഐഡിയകളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഒരാളെന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവും. അയാൾ ബിസിനസ് തകരും, അയാൾ ഔദ്യോഗികമായ ജീവിതത്തിൽ വലിയ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ മരണങ്ങൾ, നമ്മളെ അടുത്ത ആൾക്കാർ മരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഇതെല്ലാം നമ്മളെ മുഖത്ത് പ്രകടമാവും. ഒരാൾക്ക് ദുഃഖം വന്നാൽ അയാളുടെ മുഖാകനെ മ്ലാനമാവും. ഒരാൾക്ക് ദേഷ്യം വരുന്ന അയാളുടെ മുഖമാണ് ഭയങ്കര ശൗര്യത്തിൽ വരും. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും ആ മുഖത്ത് കാണിക്കും. ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ ഈ മുഖത്ത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം എൻ്റെ വീട്ടിലല്ലേ എവിടെ സ്ഥലത്ത് 3-4 ആൾക്കാരായിട്ട് സംസാരിച്ച് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് വൈബിലിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ഇരിക്കുന്ന ഇടയിൽ ആരെങ്കിലും ആൾ, നമ്മളടുത്ത ആൾ, മകനോ മകളോ ആരെങ്കിലും ആൾ പുറത്തുനിന്ന് കൊണ്ട് വരികയാണ്. വന്നിട്ട് അയാൾ എന്തോ ഒരു വലിയ പ്രശ്നമായി മുഖത്തായിട്ട് വരുന്നത്. അയാളിങ്ങനെ മുന്നിൽ കൂടി അങ്ങോട്ട് നടന്നുപോയി. അപ്പോൾ എന്താവും, നമ്മളിരിക്കുന്ന ആളൊക്കെ സൈലൻ്റ് ആവും. എന്താ സംഭവം എന്നറിയില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ, ഞാൻ പൊട്ടുന്നു, പിന്നെ കാണാൻ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പോകും. ആ പോസിറ്റീവ് എനർജി നഷ്ടപ്പെട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ മുഖം വളരെ പ്രധാനം. നമ്മളെ മുഖം നമ്മൾ വളരെയധികം കീപ്പ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഒരാളെ കാണാൻ പോകുമ്പോഴും ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ മുഖം വളരെ പ്രസന്നമായിരിക്കണം. നമ്മളെ മനസ്സിലുള്ള വികാരങ്ങളൊന്നും മുഖത്തേക്ക് പ്രകടിപ്പിക്കരുത്. അതിനുള്ളൊരു എക്സസൈസ് നമ്മൾ ചെയ്യണം.
ഫോർ എക്സാമ്പിൾ നമുക്ക് ദുഃഖം ഉണ്ടായിരിക്കാം. നമ്മൾ ദുഃഖമുള്ള ഒരു ശാപാശത്തിൽ നമ്മൾ ഒരാളെ കണ്ടാൽ അയാളെ മുഖത്തും ദുഃഖം വരും. കാരണം നമുക്ക് നമ്മളാ വിഷമം കണ്ട അയാൾക്കും വിഷമവും, മനസ്സിലായില്ലേ? അത് നമ്മൾ ഭയങ്കര ദേഷ്യത്തിരിക്കുന്ന സമയത്ത് ഒരാളെ പോയി കണ്ടാൽ നമ്മളെ മുഖത്തുള്ള ആ ദേഷ്യം അയാൾക്ക് പിന്നെ കാണുമ്പോൾ അയാൾക്കും ദേഷ്യം വരും. അപ്പോൾ അതൊരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കും, ആകെ ഒരു നെഗറ്റീവ് വൈബ്. അപ്പോൾ നമ്മൾ മുഖം എപ്പം പ്രസന്നമാക്കി കുറച്ചൊരു ചിരിയൊക്കെ ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് പോകുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ പുറത്തേക്ക് പോകുമ്പം നമ്മളൊരാളെ കാണാൻ പോകുമ്പം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുഖം കഴിയുന്നത്ര പ്രസന്നമായിട്ട് വെക്കാം, ഒരു പുഞ്ചിരിയൊക്കെ ആയിട്ട്. ശരി, പുഞ്ചിരി ധർമ്മമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ? പുഞ്ചിരി എങ്ങനെ ധർമ്മമാണ്? ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം എടുത്ത് വേറെ കൊടുക്കുമ്പോഴേ ധർമ്മമാണ്. നമ്മളിപ്പോൾ നമ്മൾ ഒരു 100 രൂപ എടുത്ത് വേറെ കൊടുക്കുമ്പോൾ അയാൾക്ക് ധർമ്മം കൊടുക്കുന്നത് അറിയാം. പക്ഷേ ഈ പുഞ്ചിരി എങ്ങനെ ധർമ്മമാണ്? യഥാർത്ഥത്തിൽ പുഞ്ചിരിക്കുമ്പോൾ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പോസിറ്റീവ് സിപ്പ് അയാൾക്ക് കൊടുക്കുകയാണ്. നമ്മളൊരാളെ കണ്ടിട്ട് പുഞ്ചിരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് സിപ്പ് അയാൾക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് അയാളെ മുഖത്തും പുഞ്ചിരി വരണം, ഇങ്ങോട്ടും വരും. അപ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ സ്ഥലത്ത് പോകുമ്പോൾ ഒരു പുഞ്ചിരിക്കുക എന്ന് വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മുഖം പ്രസന്നമായി വെക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം. അതുപോലെ തന്നെയാണ് ഗ്രീറ്റിങ്സ്. ഗ്രീറ്റിങ്സ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ നമസ്കാരം, അങ്ങനെയൊക്കെ പറയും അല്ലേ? ഇത് വെറും ഇതിനെക്കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ അസ്സലാമു അലൈക്കും എന്നുള്ള ആ ഗ്രീറ്റിങ്സ് വളരെ എഫക്റ്റീവാണ്. കാരണം ഇത് നിങ്ങളുടെ മേൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്, സമാധാനം ഉണ്ടാകട്ടെ എന്നും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് നമ്മളെ മനസ്സിലുള്ള ആ പോസിറ്റീവ് എനർജി കംപ്ലീറ്റ് നമ്മൾ പാസ് ചെയ്യാണ് അയാൾക്ക്. അപ്പോൾ അയാൾക്ക് അതൊരു ഭയങ്കര എനർജി ഇട്ടാണ്. അപ്പോൾ അയാൾ അതേമാതിരി ഇങ്ങോട്ട് സലാം അടക്കുകയാണ്. അതാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഗ്രീറ്റ് ചെയ്യാന്ന് വളരെ വളരെ പ്രധാനമാകും. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ആളെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ ആകെ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യപ്പെടും, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരിക്കലും ഒരാളെ കണ്ടിട്ട് ഒന്നും പറയാതെ അയാളെ കാണരുത്. കാണുമ്പോൾ ഇത് പറയണം, അയാളെ ഗ്രീറ്റ് ചെയ്യണം. ആ ഗ്രീറ്റ് ചെയ്യൽ വളരെ ആവശ്യമാണ്. അപ്പോൾ അത് രണ്ടാൾക്കിടയിൽ വലിയൊരു പോസിറ്റീവ് വൈബ് അപ്പം ക്രിയേറ്റ് ചെയ്യപ്പെടും, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒന്നാമത്തെ കാര്യങ്ങൾ മുഖം പ്രസന്നമാക്കി വെക്കുക. കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എക്സസൈസ് കൂടി ചെയ്യണത്. കാരണം അത് നമ്മളെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്, മനസ്സിലായില്ലേ? മറ്റുള്ള സ്ഥലത്ത് എന്തിനാണ് അവർക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ പ്രയാസങ്ങളുണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഒരു പരിധി വിട്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ പാടില്ല. കാരണം അതിനും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം മറ്റാളെന്തെങ്കിലും പ്രശ്നത്തിലിരിക്കുന്ന ആളാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു പ്രത്യേക ഇതിൽ കഴിയുമ്പോൾ അതും ഒരു പ്രശ്നമാകും. അപ്പോൾ എല്ലാം വളരെ കൂളായിട്ടുള്ളൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ, അതാണ് എപ്പോഴും നല്ലത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ആ വീട്ടിൽ ആളില്ലെങ്കിലും സലാം ചെല്ലുമെന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മൾ ആളില്ലെങ്കിലും ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ സലാം ചെല്ലിയാൽ അവിടെ ആകെ ഒരു പോസിറ്റീവ് എനർജി നിൽക്കുന്ന അത് ഗ്രീറ്റ് ചെയ്യാണ്. ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഉണ്ട്, നമ്മൾ വരുന്നുണ്ട് അല്ലേ, നമ്മളെ മനസ്സിലുള്ള ആ സന്തോഷം, നമ്മളെ മനസ്സിലുള്ള പോസിറ്റീവ് എനർജി എക്സ്പ്രസ് ചെയ്യാണ് അവരോട്, മനസ്സിലായില്ലേ? അതാണ് ഈ ഗ്രീറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഈ ഗ്രീറ്റിംഗ് ചെയ്യുക, ഫേഷ്യൽ എക്സ്പ്രഷൻ വളരെ നന്നാക്കി കൊണ്ടു നടക്കുക. ഇത് നമ്മളെ ചുറ്റും ഒരുപാട് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് വിലയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഇരിക്കരുത്. നമ്മളിപ്പോൾ ഒരാളായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്, പ്രശ്നമില്ല. അഭിപ്രായ വ്യത്യാസം നല്ലതാണ്. അഭിപ്രായ വ്യത്യാസമുണ്ട്, സംസാരിക്കും, ചിലപ്പോൾ ദേഷ്യം പിടിച്ച് സംസാരിക്കും, ചിലപ്പോൾ തെറ്റും, ഇതൊക്കെ ഉണ്ടായാലും അതിലൊന്നും ഒരു ദോഷമില്ല. അതൊക്കെ നമുക്ക് നമ്മളെ കൂടുതൽ വളർത്തുള്ളൂ, നമ്മൾ നന്നാക്കുള്ളൂ. അതേ സമയത്ത് നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലാണ്, അയാൾക്ക് നിങ്ങൾ ഒരു വിലയില്ല, ഒരു പുച്ഛം പറഞ്ഞാൽ ഒരു പുഴു വില, അയാൾ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരിക്കലും പോയിരിക്കരുത്. അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം അങ്ങനത്തെ നിങ്ങൾക്ക് വിലയില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ പോയിരുന്നാൽ അത് അവിടെ നിങ്ങൾക്ക് വില ഉണ്ടാക്കാൻ വേണ്ടി സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അയാളോട് പറയുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് അയാളെ ആ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കാൻ സാധിക്കില്ല. കാരണം അയാൾക്ക് നിങ്ങൾ പറഞ്ഞു കേൾക്കേണ്ട, അയാൾ നിങ്ങളൊരു പുഴുവാണ് അയാൾക്ക്, മനസ്സിലായില്ലേ? നിങ്ങളയാൾക്ക് യാതൊരു വിലയില്ല. അങ്ങനത്തെ ഒരാളെടുത്ത് നമ്മൾ എന്ത് വേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മളെ വില ഉണ്ടാകുമ്പോഴേ നമ്മൾ പറഞ്ഞ് കേൾക്കുക. അപ്പോൾ അത് തിരുത്താനോ ഒന്നും ശ്രമിക്കരുത്. അങ്ങനെ വിലയില്ലാത്തൊരു സ്ഥലത്ത് ഇരിക്കാതൊക്കെ ഒന്നുകിൽ അവരുടെ അകലം പാലിക്കുക, അല്ലെങ്കിൽ അവരെ ദൂരത്തേക്ക് പറഞ്ഞേക്കുക. ഏതായാലും അങ്ങനത്തെ സ്ഥലത്ത് ഇരിക്കുക. കാരണം ഇതിൻ്റെ ദോഷം എന്താ വെച്ചാൽ നമുക്ക് വിലയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഇരുന്ന് ശീലിച്ചാൽ നമുക്ക് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സ്ഥലം. ഇമ്പോർട്ടൻസ് അല്ല, അവിടെ ഒരു കീടമായി, നമ്മുടെ പുഴുമാതിരി നമ്മൾ കാണാണ്, ഒരു മനുഷ്യനല്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ പോയി ഇരുന്നാൽ അതിൻ്റെ തറാറ് നമ്മൾ കാണാത്ത വഴിക്ക് വരിക. കാരണം നമ്മളിപ്പം അങ്ങനത്തെ വഴിക്ക് വരുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ
അയാളുടെ ജീവനോപാധിയൊക്കെ ഉയർച്ചയിലേക്ക് എത്തുന്ന അങ്ങനെയാണ്. അത് അയാളുടെ മനസ്സിൻ്റെ ശക്തിയാണ്. അയാളും ഇപ്പം വലിയ വലിയ ബിസിനസ്സുകാർ യൂസുഫ് അലിനെ പറ്റുള്ള ആൾക്കാർ എന്താണ് അവർ വെറും യോഗഭാഗ്യം മാത്രമല്ല, അവരുടെ മനസ്സിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ പല ഘടകങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഘടകങ്ങൾ ഉണ്ടായിക്കൊണ്ടാണ് അത് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സും എല്ലാം തകരും. നമ്മൾ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഇരുന്നാൽ, നമുക്ക് വിലയില്ലാത്ത സ്ഥലത്ത് നമ്മൾ പോയിരുന്നാൽ അതിനെന്താ വെച്ചാൽ അത് നമ്മളെ മാനസികമായിട്ട് നമ്മളെ മനസ്സിലുള്ള ഒരു ഘടകം തകർക്കും. അത് നമുക്ക് പിന്നീട് ബിസിനസ്സോ ഒരു ഔദ്യോഗികമായ ജീവിതത്തിലൊന്നും വളർച്ച ഉണ്ടാവില്ല. നമ്മളങ്ങനെ നിൽക്കും, എന്ത് ചെയ്താലും വിജയിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ സ്ഥലത്ത് ഇരിക്കരുത്. നമുക്ക് വിലയില്ലാത്ത സ്ഥലത്ത് നമ്മൾ വേഗത്തിൽ ഒന്ന് വിട്ടുപോവുക. അല്ലെങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ അതിനെ തിരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ പറഞ്ഞാൽ തിരുത്തില്ല. കാരണം നമ്മളെ വിലയില്ല, നമ്മൾ പറഞ്ഞു കേൾക്കില്ലല്ലോ. അപ്പോൾ അതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഐഡിയ എന്ന് വെച്ചാൽ അവരിന്ന് വിട്ടുപോവുക, ദൂരം പാലിക്കുക. ശരി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവും, നല്ല വൈബ് ഉണ്ടാവും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും.